ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സി പ്ലാന്റിനെ നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തിക്കിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ്. ഈ പ്ലാന്റ് അപ്പോൾ നന്നായിട്ട് നട്ടു കൊടുത്തില്ലെങ്കിൽ ഇതൊട്ടും പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതിനെങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമ്മൾ ഇന്ന് സി പ്ലാന്റ് നടുന്നത് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടി അതിൻ്റെ തൈ എടുക്കുന്നത് ഇതുപോലെ താഴെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായി. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്, പക്ഷേ എങ്കിലും നമ്മൾ നട്ടിട്ട് ബാക്കി ബാലൻസ് ആയിട്ട് ഒത്തിരി കാട് പിടിച്ച് വലുതാവുന്ന ചെടിയാണ് പിടിച്ച് കിട്ടിയാൽ. അപ്പോൾ ബാലൻസ് വരുമ്പോൾ ഞാനിങ്ങനെ അധികം വെയിലാത്ത സ്ഥലത്ത് ഒരു കോർണറിലായിട്ട് നട്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെടിച്ചട്ടിയിലുള്ള ചെടി പോയാലും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇതുപോലെ ഒരു കടഭാഗം നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വേരൊക്കെ പൊട്ടാതെ നോക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിലെ കിഴങ്ങുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ പോലത്തെ ഒരു കിഴങ്ങാണ് ഈ ചെടിക്കുള്ളത്. അപ്പോൾ അങ്ങനെ കിഴങ്ങോട് കൂടി ഒരു 3-4 തണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് വേണമെങ്കിൽ നട്ടു കൊടുത്താലും ഇതുപോലെ ഒത്തിരി തൈകൾ ഉണ്ടാവും. ഇപ്പം ഞാനിതൊരു 3-4 ഒരുമിച്ച് കൂട്ടി നടാനാണ് പോകുന്നത്. കാരണം നമുക്ക് വേഗം വലുതായി കിട്ടണമെങ്കിൽ ഒരെണ്ണമൊക്കെ ആക്കി നട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നട്ടു കൊടുക്കാനായിട്ട് ഇതുപോലൊരു ചെടിച്ചട്ടിയിൽ ഞാൻ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി വളം വേണ്ട, ആവശ്യത്തിന് വളം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഈ പ്ലാന്റിന് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ വേഗം ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ കരുതരുന്നതേ ഉണ്ടോ, ഈ ഒരു തണ്ട് ഞാൻ നട്ടിട്ട് വെള്ളം അധികം കൂടിയിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ അറിയാലോ, ചെറിയ വെള്ളം തന്നെ അതിന് കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ചെടിയാണ്. പിന്നെ ഞാൻ ആ ഒരു കറുത്ത ബോട്ടിലിൻ്റെ പുറമേയിട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ ഒരെണ്ണം കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡനിലും സെറ്റ് ചെയ്യുമ്പോഴേക്ക് നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ അടിയിലും ഹോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതിയാകും. ഫൈനലി നമ്മുടെ സി പ്ലാന്റിന് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സിറ്റ് ഔട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇതിനെ നട്ടു കൊടുത്തത്. എന്നിരുന്നാലും അത്യാവശ്യത്തിന് വെയിലും എന്നാൽ കൂടുതൽ വെയിലും പാടില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമാണ്. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഒത്തിരി പേര് കൊണ്ടുപോയിട്ട് പിടിക്കുന്നില്ല. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇൻഡോറായിട്ട് വെക്കുമ്പോഴേക്ക് അടിയിൽ ഹോൾസും കൂടി ഇല്ലാത്തതുകൊണ്ട് വെള്ളം കെട്ടി നിന്നാൽ ഒന്നാമത്തെ നമ്മൾ ഒരു തണ്ടൊക്കെ നടുമ്പോൾ വേരൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ വേരും കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കും. എന്നാലും വെള്ളം കൂടിക്കഴിഞ്ഞാൽ കിഴങ്ങായാലും ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. നമുക്കെന്നാൽ ഔട്ട്ഡോറിലേക്ക് ഇത് നട്ടു കൊടുക്കട്ടെ. ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ, ഔട്ട്ഡോറിലാണ് ഞാൻ നട്ടു കൊടുത്തത്. പക്ഷേ അധികം വെള്ളം കെട്ടാത്ത, അധികം വെയിൽ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ ഇതിൻ്റെ വെറൈറ്റി കിട്ടുമല്ലോ, കളർ ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഗ്രീൻ കളറാണ് ഇഷ്ടം. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല പൈസയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തണ്ട് കിട്ടിയാലും ചിലർ ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് പിടിപ്പിക്കുന്നുണ്ട്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു തണ്ടും ഒരു ഇലയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ ഇത് പിടിച്ചു വരാൻ. ഒത്തിരി സമയമൊന്നും എടുക്കുക, ഒരു മാസമൊന്നും പിടിക്കില്ല, അതിൽ കൂടുതലൊക്കെ വേണ്ടി വരും. പിന്നെ ഇത് ഒരു തണ്ടൊക്കെ നട്ടിട്ട് ഒത്തിരി നമുക്ക് തൈകളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് പറിച്ച് നടുമ്പോൾ ബാക്കി ബാലൻസ് വരുന്ന തൈകളൊക്കെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മൾ നേരത്തെ നട്ട ചെടിച്ചട്ടിയിലൊക്കെ ചീഞ്ഞു പോയാലും ഇതുപോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് പിന്നെ രണ്ടാമത് തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഏത് ചെടിയായാലും ബാക്കി ബാലൻസ് വരുന്നത് കളയാതെ ഇത് എവിടെയെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ ഉപകാരമായിരിക്കുള്ളൂ. പിന്നെ നട്ടു കൊടുക്കുമ്പോൾ മാത്രം വളം ചെയ്താൽ മതിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ചെടിക്ക് അധികം വളവും വെള്ളവും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. നട്ടു കൊടുക്കുമ്പോൾ മാത്രം വളമിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും തന്നെ സി പ്ലാന്റ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.